ശക്തമായ പ്രതിഷേധമാണ് ലോക്സഭയിൽ നമ്മൾ കണ്ടത്. കഴിഞ്ഞ ദിവസമാണ് എം നരവനെ, മുൻ സൈനിക മേധാവിയുടെ 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന പുസ്തകത്തിലെ വിവാദ പരാമർശങ്ങൾ അത് സഭയിലേക്ക് കൊണ്ടുവന്നു. ചൈനീസ് അതിർത്തി പ്രശ്നവുമായി ബന്ധപ്പെട്ട് ലഡാക്കിലെ ഭൂമി ചൈനയ്ക്ക് വിട്ടുകൊടുത്തു, അത് ഏകപക്ഷീയമായിരുന്നു എന്നടക്കമുള്ള ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളാണ് സഭയിൽ രാഹുൽ ഗാന്ധി ഉയർത്തതെങ്കിൽ ഇന്നിപ്പോൾ കാരവൻ മാഗസിൻ അത് ഈ പുസ്തകം പുറത്തിറങ്ങിയിട്ടില്ല. പുറത്തിറങ്ങാതെ എങ്ങനെയാണ് ഈ സഭയിലേക്ക് ഈ വിഷയം കൊണ്ടുവന്നത് എന്നടക്കമുള്ള കാര്യങ്ങളാണ് റൂളിംഗായി കഴിഞ്ഞ ദിവസം ഓം ബിർല സഭയിൽ ഉന്നയിച്ചതെങ്കിൽ ഇന്നിപ്പോൾ അതിൻ്റെ ലേഖനവുമായിട്ട് സഭയിലേക്ക് എത്തുകയും സ്പീക്കർക്കടക്കം കൈമാറുന്ന രീതിയിലേക്ക് വീണ്ടും സംസാരിക്കണമെന്ന് രാഹുൽ ഗാന്ധി സഭയിൽ ശക്തമായി പ്രതിഷേധത്തിലൂടെ ഉന്നയിച്ചു. ആ ആവശ്യമാണ് നിരാകരിച്ചുകൊണ്ട് ചെയറിൻ്റെ ഭാഗത്ത് നിലപാട് വന്നത്. അതിലാണിപ്പോൾ സഭ പ്രക്ഷുബ്ധമാക്കുകയും ഇപ്പോൾ പിരിയുകയും ചെയ്തിരിക്കുന്നത്. ബസന്ത് ചേരുന്നുണ്ട്. ബസന്ത്, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതിൻ്റെ അപ്പുറത്തേക്ക് കുറച്ചുകൂടി ഈ സഭയിൽ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് പ്രതിപക്ഷ പ്രതിഷേധം ശക്തമാക്കുന്നു. സഭാ നടപടികൾ ഒരു തരത്തിലും മുന്നോട്ട് കൊണ്ടുപോകാനേ കഴിയുന്നില്ല. ആ നിലയ്ക്കാണ് ഇപ്പോൾ പിരിയുന്ന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തൊക്കെയാണ് സഭയിലുണ്ടായ പ്രതിഷേധം? ഇത് വീണ്ടും രാഹുൽ ഗാന്ധി ഈ വിഷയം, ലഡാക്ക് വിഷയവും എം നരവനയുടെ പുസ്തകം വീണ്ടും ഉന്നയിക്കാൻ തന്നെ ശ്രമിച്ചു. അദ്ദേഹം പറഞ്ഞത്, ഞാനിത് ഓതന്റിക്കേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇതിന്റെ ആധികാരികത ഞാൻ ഉറപ്പുവരുത്തിക്കൊണ്ട് സഭയിൽ വെക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ലഡാക്ക് വിഷയത്തിലേക്ക് കടക്കുമ്പോഴൊക്കെ തന്നെ BJP അംഗങ്ങൾ വളരെ അസഹിഷ്ണുത കാട്ടിക്കൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയെ തടയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. സമാനമായ രീതിയിൽ അതിനെ പിന്തുണയ്ക്കുന്ന തരത്തിൽ സഭയുടെ അധ്യക്ഷ പദവിയിലിരിക്കുന്ന തെന്നറ്റിയും സമാനമായ രീതിയിലാണ് പെരുമാറിയത്. രാഹുൽ ഗാന്ധി പ്രസംഗത്തിൽ, അതായത് അന്ന് രാഷ്ട്രപതിയുടെ പ്രസംഗത്തിനുള്ളിൽ നിന്നുകൊണ്ട് സംസാരിക്കണമെന്നുള്ള ഒരു വാദമാണ് ഇപ്പോൾ ചെയറിൽ നിന്നും ഉണ്ടായത്. അതേസമയം രാഹുൽ ഗാന്ധി തരട്ടെ, രാഷ്ട്രപതിയുടെ പ്രസംഗത്തിലെ ഏറ്റവും സുപ്രധാനമായ ഭാഗം ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ടതാണ്. ആ ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ചൈനയും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം നിലനിൽക്കുന്നു. അതിന്റെ ഭാഗമായി ചൈനയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം നിലനിൽക്കുന്നു. ഈ ഒരു സാഹചര്യമാണ് ഞാനിവിടെ ഉന്നയിക്കുന്നത്. ആ ഒരു സംഘർഷത്തിൽ ലഡാക്കിൽ നിരവധി ഇന്ത്യൻ സൈനികർ കൊല്ലപ്പെടുകയും ചെയ്തു. ആ സംഭവത്തിൽ പ്രധാനമന്ത്രിയുടെ നടപടി അല്ലെങ്കിൽ പെരുമാറ്റം, അതാണ് ഞാൻ ചർച്ചയ്ക്ക് എടുക്കുന്നത് എന്നുള്ള തരത്തിൽ വരുമ്പോഴൊക്കെ തന്നെ BJP അംഗങ്ങൾ എതിർപ്പുമായി എണീക്കുകയും ബഹളത്തിൽ കലാശിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പക്ഷേ ഏറ്റവും ശ്രദ്ധേയമായത്, സഭയുടെ അധ്യക്ഷ പദവിയിൽ ഇരുന്നു കൊണ്ട് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവിനെ സംസാരിക്കാൻ അനുവദിക്കാതെ മറ്റ് പ്രാസംഗികരിലേക്ക് സ്പീക്കർ അധ്യക്ഷ പദവിയിലിരുന്ന തെന്നറ്റി നീങ്ങുകയും ചെയ്തു. നരോത്തം പട്ടേലിനെ വിളിക്കുന്നു, അതോടൊപ്പം തന്നെ TMCയിലെ ശതാബ്ദി റോയിയെ വിളിക്കുന്നു. ഇവർ രണ്ടുപേരും സംസാരിക്കാൻ തയ്യാറാകാത്ത ഒരു സാഹചര്യത്തിൽ NDA അംഗമായ ഹരീഷ് ബാലയോഗി സംസാരിക്കാൻ വിളിക്കുന്നു. ഇതോടുകൂടി സഭ പൂർണ്ണമായും ബഹളത്തിലേക്ക് മുങ്ങുകയായിരുന്നു. സഭ നടുത്തളത്തിലേക്ക് പ്രതിപക്ഷങ്ങൾ കുതിച്ചെത്തുന്ന ഒരു സാഹചര്യത്തിൽ സഭ ഇപ്പോൾ 3 മണിവരെ നിർത്തിവെക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ബസന്ത്, കഴിഞ്ഞ ദിവസം ഭരണപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ശക്തമായ എതിർപ്പ് ഉയർത്തി രാജ്നാഥ് സിംഗ്, അമിത്ഷാ അടക്കമുള്ളവർ രംഗത്ത് വരുന്നുണ്ട്. ഇന്ന് ഈ വിഷയം വീണ്ടും ഉന്നയിക്കുന്നു. കാരവൻ മാഗസിന്റെ കൂടുതൽ ആധികാരികതയ്ക്ക് വേണ്ടി അതൊക്കെ വീണ്ടും ഉയർത്തുന്ന ഒരു ഘട്ടത്തിൽ മറ്റ് ഭരണപക്ഷത്തു നിന്നും ഇന്ന് ഈ വിഷയത്തിൽ മറ്റാരെങ്കിലും എണീറ്റ് നിന്നുകൊണ്ട് പ്രതിപക്ഷത്തിന് നേരെ എന്തെങ്കിലും സംശയങ്ങളോ മറ്റോ ഉയർത്തുകയോ വാഗ്വാദത്തിലേക്ക് ഏർപ്പെടുകയോ ചെയ്തോ? പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവാണ് ഇന്ന് പ്രധാനമായും രാഹുൽ ഗാന്ധിയുടെ ഈ പ്രസംഗത്തെ തടസ്സപ്പെടുത്താൻ നോക്കിയത്. ചട്ടങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു. അതായത് കഴിഞ്ഞ ദിവസം റൂളിംഗ് നൽകിയ ഒരു സംഭവം, സ്പീക്കറുടെ റൂളിംഗ് നിലനിൽക്കെ രാഹുൽ ഗാന്ധി വീണ്ടും ഇത് ഉന്നയിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു. മാത്രമല്ല, ഇന്ന് രാവിലെ കക്ഷി നേതാക്കളുമായി, BJP കോൺഗ്രസ് നേതാക്കളുമായി സ്പീക്കർ നടത്തിയ ചർച്ചയിൽ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളൊരു ഉറപ്പ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു എന്ന് പാർലമെന്ററി കാര്യമന്ത്രി പറയുന്നു. ഇതിനെ KC വേണുഗോപാൽ ഖണ്ഡിക്കുകയും ചെയ്തു. അതായത് ആ തരത്തിലൊരു ഉറപ്പല്ല നൽകിയത്, ഞങ്ങൾ ഈ വിഷയം ഉന്നയിക്കുമെന്നുള്ള തരത്തിലാണ് വേണു സംസാരിച്ചു തുടങ്ങി. പക്ഷെ അപ്പോഴേക്കും KC വേണുഗോപാലിന്റെ മൈക്ക് ചെയറിൽ നിന്നും ഓഫാക്കുകയും ചെയ്തു. പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്ന സാഹചര്യത്തിൽ ഇത് അനുവദിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ വലിയ ബഹളമാണ് സഭയിൽ ഉണ്ടായത്. പ്രതിപക്ഷത്തെ അംഗങ്ങൾ നടുത്തളത്തിലെ മേശപ്പുറത്ത് കയറി നിൽക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്.